ഹലോ. നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് കർസർ ഒറിജിൻസിനെയും പറ്റിയിട്ടാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ആ, ഈ ഒരു ഭാഗങ്ങളെ കുറിച്ച്. കുറച്ച് ശ്രദ്ധിച്ചോളൂ. അത്ര ഉം, വലിയ സംഭവം എന്നല്ല, എന്നാലും ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസി മനസ്സിലാവും. ഓക്കെ, പെട്ടെന്ന് പറഞ്ഞു പോവാം. അധികം ഡീപ്പായിട്ടൊന്നും ഞാൻ പോകുന്നില്ല, എന്നാലും നിങ്ങൾക്ക് ബേസിക് മനസ്സിലാവുന്ന രീതിയിൽ പറയാം. ഇതിൽ നമ്മൾ വിട്ടുപോയൊരു സാധനമുണ്ട്. അതായത് ഒരു ഒബ്ജക്റ്റ് നമ്മൾ ഷിഫ്റ്റ് എ പ്രസ് ചെയ്തിട്ട് പ്ലേസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒബ്ജക്റ്റിന്റെ കോപ്പി എങ്ങനെ എടുക്കാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഷിഫ്റ്റ് ഡി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിന്റെ കോപ്പി എടുക്കാം. ഓക്കെ, ഷിഫ്റ്റ് ഡി പ്രസ് ചെയ്തിട്ട് നമ്മളൊരു പെർട്ടിക്കുലർ ആക്സസ് ഇതൊക്കെ മൂവ് ചെയ്ത് വെച്ചിട്ട് ഷിഫ്റ്റ് ആർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലാസ്റ്റ് ചെയ്ത കോപ്പി റിപ്പീറ്റ് ആവും. ഓക്കെ, ഒന്നും കൂടി പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഒരു 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 ഒബ്ജക്റ്റ് കോപ്പി ചെയ്യാണ്, ഷിഫ്റ്റ് ഡി പ്രസ് ചെയ്ത് കോപ്പി ചെയ്യാണ്. നമുക്ക് ഏത് ആക്സസിലേക്കാണ് പോകേണ്ടതെന്ന് നമുക്ക് എക്സ്, വൈ, സി ഇങ്ങനെ 3 ആക്സസ് നമുക്ക് കീപാഡ് വെച്ചിട്ട് കീബോർഡിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ അതിനൊരു ഈസി വേയും കൂടിയുണ്ട്. നമ്മൾ ജി പ്രസ് ചെയ്തിട്ട് മൂവ് ചെയ്യുന്നെന്ന് പറയുന്ന പോലെ നമ്മൾ ഷിഫ്റ്റ് ഡി പ്രസ് ചെയ്തിട്ട് കോപ്പി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മിഡിൽ മൗസ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഏത് ആക്സസിലേക്കാണ് മൂവ് ചെയ്യുന്നത് ആ ആക്സസ് സ്നാപ്പ് ആവും. മനസ്സിലായി? ഇപ്പൊ ഷിഫ്റ്റ് ഡി പ്രസ് ചെയ്തിട്ട് ഞാൻ എക്സ് ആക്സസിലേക്ക് മിഡിൽ മൗസ് ബട്ടൺ ഒരു വട്ടം പ്രസ് ചെയ്തിട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ആക്സസ് ലോക്ക് ആവും. നമ്മൾ വൈ ആക്സസിലേക്കാണ് പോകുന്നതെങ്കിൽ ഒരു വട്ടം മിഡിൽ മൗസ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ വൈ ആക്സസ് ലോക്ക് ആവും. ഓക്കെ, അതാണ് നമ്മൾ ഷിഫ്റ്റ് ഡി പ്രസ് ചെയ്തിട്ട് എക്സ് ആക്സസിലേക്ക് നമ്മൾ മിഡിൽ മൗസ് ബട്ടൺ പ്രസ് ചെയ്ത് മൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് പ്ലേസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷിഫ്റ്റ് ആറ് പ്രസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ആ ഒരു ആക്സസിലേക്ക് സെയിം ഡിസ്റ്റൻസ് വെച്ചിട്ട് അത് കോപ്പി ആയി പോയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഇത് കോപ്പിയാണ്. ഓക്കെ, ഇത് കോപ്പി മാത്രമാണ്. നിങ്ങൾ ഈ ഒരു ഒബ്ജക്റ്റിനെ സ്കെയിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോപ്പി ഉണ്ട്. ഓക്കെ, ഇത് നമ്മൾ സ്കെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലൊന്നിനും എഫക്റ്റ് ആവില്ല. കാരണം ഇതിൻ്റെ കോപ്പി മാത്രമാണ്. നമ്മൾ ഇൻസ്റ്റൻസ് ആയിട്ട് കോപ്പി ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളിതിനെ സെലക്ട് ചെയ്തതിന് ശേഷം ഓൾട്ട് ഡി പ്രസ് ചെയ്തിട്ട് കോപ്പി ചെയ്യാം. സെയിം ലൈക്ക് ഷിഫ്റ്റ് ഡി, ഓൾട്ട് ഡി. ഓൾട്ട് ഡിയിലും നമുക്ക് ഷിഫ്റ്റ് ആറ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കോപ്പി എടുത്തിട്ട് പോകാൻ പറ്റും. ഓക്കെ, ഇനി നിങ്ങൾ ഈ സാധനം സ്കെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ സ്കെയിലാവും. കാരണം ഇതിൻ്റെ ഇൻസ്റ്റൻസ് ആണ് ഇതൊക്കെ. നിങ്ങൾ ഒരുപാട് പില്ലറുകളൊക്കെ കൊടുക്കുന്ന ഒരുപാട് വിൻഡോ ഒരേപോലത്തെ വിൻഡോസ് ആണ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റൻസ് ചെയ്യാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് റീസൈസ് ചെയ്യലോ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാത്തിലും കൂടി എഫക്റ്റ് ആവും. അപ്പം അത് ഞാൻ പറയാൻ വിട്ടുപോയായിരുന്നു, അതുകൊണ്ട് പറഞ്ഞു കാര്യം. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഫസ്റ്റത്തിൽ നമുക്ക് ഈ 3 ഓപ്ഷൻസ് കാണാം. ഒന്ന് സെലക്ട് ബോക്സ്, സെലക്ട് സർക്കിള്, സെലക്ട് ലേസർ. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു ഒബ്ജക്റ്റ് ലൈക്ക് ഒരു മങ്കി ഹെഡ് നമ്മളിവിടെ പ്ലേസ് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് ബോക്സ് വെച്ചിട്ട് നമുക്ക് ഇതിനെ സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, രണ്ടാമത്തത് സെലക്ട് സർക്കിൾ വെച്ചിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ ഒരു 3 ഒബ്ജക്ട്സ് കോപ്പി ചെയ്ത് വെച്ചിങ്ങനെ. അപ്പോൾ നിങ്ങൾ ബോക്സ് വെച്ച് സെലക്ട് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഈ ബോക്സിൻ്റെ ഉള്ളിലത്തത് സെലക്ട് ആവും. ഓക്കെ, പക്ഷേ എങ്കിൽ നിങ്ങൾ ബോക്സ് വെച്ച് സെലക്ട് ചെയ്യുമ്പോൾ ഈ ലൈന് എതിലെങ്കിലും തട്ടിയിട്ടുണ്ടെങ്കിൽ അതുകൂടി സെലക്ട് ആവും. ഓക്കെ, ഇനി നിങ്ങൾ സർക്കിൾ വെച്ച് സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സർക്കിള് എതിലോട്ടൊക്കെ മൂവ് ചെയ്യുന്നുണ്ടോ അതെല്ലാം സെലക്ട് ആവും. പിന്നെ മൂന്നാമത്തെ ലേസർ നമ്മൾ വരച്ചു കൊടുക്കുന്നതിൻ്റെ ഉള്ളിലത്തെ സാധനങ്ങൾ മാത്രം സെലക്ട് ആവും. എനിക്കിത് മാത്രം മതിയെങ്കിൽ ഇത് മാത്രം സെലക്ട് ചെയ്യുക, മൊത്തം വണ്ടിക്ക് മൊത്തം സെലക്ട് ചെയ്യുക. അതാണ് ഈ 3 സെലക്ഷൻ മെത്തേഡ്. ഓക്കെ, ബോക്സ് സെലക്ഷനാണ് മാക്സിമം എല്ലാവരും ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഈ കർസറിൻ്റെ യൂസ് ഉള്ളതാണ്. മൂവ്, റൊട്ടേറ്റ്, സ്കെയിൽ അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. മൂവ്, റൊട്ടേറ്റ്, സ്കെയിൽ.
പിന്നെ ഇനി ട്രാൻസ്ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കാണിക്കുന്നുണ്ട്. അത്രയും ഓവർ റൊട്ടേഷൻ സ്കെയിലും എല്ലാം ഇതിൻ്റെ ഉള്ളിൽ തന്നെ കാണിക്കും. അതാണ് ട്രാൻസ്ഫോം എന്ന് പറയുന്ന സാധനം. ഇത് അനോട്ടേഷനാണ്. അനോട്ടേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു നോട്ട് ഇവിടെ എഴുതണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ വരച്ച് കാണിക്കണമെന്നുണ്ടെങ്കിലോ മേ ബി എനിക്കിത് റിമൂവ് ചെയ്യണം, റിമൂവ് കൊടുക്കണം, ഇത് ഇവിടെ വേണ്ട എന്നൊക്കെ ഇങ്ങനെ മാർക്ക് ചെയ്യണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യുന്നതിന് മുന്നിട്ട് ഒരു ബേസിക് സ്കെച്ച് ഉണ്ടാക്കി നോക്കാനോ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ഇതിങ്ങനെ ഡ്രോ ചെയ്തിട്ട് ഷിഫ്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹാൻഡിൽ വരും. അത് സ്മൂത്ത് ആക്കിയിട്ട് നമുക്കിങ്ങനെ കൊണ്ടുപോയി തരും. അതേപോലെ തന്നെ വരക്കുന്ന നേരത്തെ തന്നെ നമ്മൾ കൺട്രോൾ പ്രസ് ചെയ്യുന്നതാണെങ്കിൽ അത് സ്ട്രെയിറ്റ് ലൈനായിട്ട് മാറും. നിങ്ങൾക്ക് പിന്നെ കൺട്രോൾ പ്രസ് ചെയ്തിട്ട് നിങ്ങൾ വീൽ മൗസ് ബട്ടൺ ഇങ്ങനെ തിരിക്കുമ്പോൾ ഇതിൻ്റെ സൈസ് അവിടെ മയക്കാൻ പറ്റും, ഇൻക്രീസ് ആവും. സോ കൺട്രോൾ പ്രസ് ചെയ്തിട്ട് നമ്മൾ അത് മയക്കാം. നിങ്ങൾ ജസ്റ്റ് എഴുതിയ സാധനങ്ങൾ മയക്കണം എന്നുണ്ടെങ്കിൽ കൺട്രോൾ പ്രസ് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്താൽ മതി. ഇനി നിങ്ങൾ വരക്കുന്നതിൽ തന്നെ അതിനെ സ്മൂത്ത് ആക്കണമെന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ വരച്ചാൽ മതി. സ്ട്രെയിറ്റ് ലൈൻ വേണമെന്നുണ്ടെങ്കിൽ മൂവ് ചെയ്യുന്നതിൽ തന്നെ കൺട്രോൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. ഇതിൻ്റെ കളേഴ്സൊക്കെ നമുക്ക് ഇവിടുന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതിൻ്റെ തിക്നെസ്, സ്റ്റെബിലിറ്റി, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് ഇവിടുന്ന് മാറ്റാം. ഓക്കെ, അതിനാണ് ഈ അനോട്ടേഷൻ ഉപയോഗിക്കുന്നത്. പിന്നെ മെഷർ എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ നമ്മളിപ്പം ഒരു ബോക്സ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇതിനെ നമുക്ക് ഇതിൻ്റെ സൈസ് അറിയാൻ 2-3 വിധത്തിൽ നമുക്കറിയാം. ഒന്ന് നമ്മൾ പറഞ്ഞു ഇവിടെ വന്നിട്ട് നമ്മൾ ടൂൾസിലേക്ക് പോയി കഴിഞ്ഞാൽ ഐറ്റമിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 2 മീറ്റർ ബൈ 2 മീറ്റർ ബൈ 2 മീറ്റർ എന്ന് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് MM-ലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു നമ്മൾ യൂണിറ്റ് സെറ്റപ്പിലേക്ക് പോവുക, ഇവിടുന്ന് യൂണിറ്റ് സെലക്ട് ചെയ്യുക, അവിടുന്ന് മീറ്റർ മാറ്റിയിട്ട് MM-ലേക്ക് മാറ്റുക. 2000 മീറ്റർ MM-ലേക്ക് സെലക്ട് ആയിട്ട്. സോ ഇത് ഇങ്ങനെ നമുക്ക് ഇതിൻ്റെ ഡയമെൻഷൻ അറിയാം. അല്ലാതെ നമുക്ക് ഈ എഡ്ജിൻ്റെ ഡയമെൻഷൻ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ എഡ്ജ് മോഡിലേക്ക് വന്നിട്ട് എഡ്ജ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. ഇതിൽ നമുക്ക് എഡ്ജ് ലെങ്ത് എന്നിട്ട് കാണിക്കും. ഇതിൽ നമുക്ക് ആ എഡ്ജിൻ്റെ സൈസ് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ 2000 എന്ന് കാണാം. അങ്ങനെയും നമുക്ക് ഇതിനകത്ത് മെഷർമെൻറ്റ് കാണാൻ പറ്റും. ഇനി അതല്ല, നിങ്ങൾക്ക് ഇതിൻ്റെ മെഷർ ഒരാൾക്ക് അയച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ വരിക, ജസ്റ്റ് നിങ്ങളുടെ വേർട്ടെക്സ് സ്നാപ്പ് ഓൺ ചെയ്യുക. ഈ സ്നാപ്പിങ്ങിനെ പറ്റി ഞാൻ പറഞ്ഞുതരാം. വേർട്ടെക്സ് സ്നാപ്പ് ഓൺ ചെയ്യുക. സ്നാപ്പ് ഓൺ ചെയ്തതിന് ശേഷം ഇവിടെ മെഷർ എടുത്തിട്ട് ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ദൂരം നമുക്ക് ഇങ്ങനെ മെഷർ ചെയ്ത് കാണിച്ചു കൊടുക്കാൻ പറ്റും. 2 മീറ്റർ ബൈ 2 മീറ്ററിൻ്റെ സൈസാണെന്ന് നമുക്കൊരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒരാൾക്ക് 2 മീറ്റർ ബൈ 2 മീറ്ററിൻ്റെ സൈസാണെന്ന് നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒരാൾക്ക് അയച്ചു കൊടുക്കും. അപ്പം അത് ഇത്രയും സാധനങ്ങളാണ് ഇതിനകത്ത് മെയിനായിട്ട് യൂസ് ആവുക. ഇനി ഇതിൻ്റെ അകത്ത് ഒരു ബോക്സും കൂടി ഉണ്ട്. ഈ ക്യൂബ് എന്തിനാ വെച്ചാൽ നമുക്ക് പ്രിമിറ്റീവ്സ് ഡയറക്റ്റ്ലി നമ്മൾ ഇവിടെ പോയിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ആഡ് ചെയ്യുന്നതിന് പകരം നമുക്ക് ഡ്രോ ചെയ്തിട്ട് ആഡ് ചെയ്യാം. ഇവിടെ വന്നിട്ട് ഞാൻ ഡ്രോ ചെയ്തിട്ട് ക്യൂബ് ആഡ് ചെയ്യാം. ഈ ഒരു ഫേസിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആ ഫേസിലേക്ക് ഇത് വരും. അപ്പോൾ അത് സ്നാപ്പ് ആവും ഇങ്ങനെ. അപ്പോൾ ഇങ്ങനെ ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് സിലിണ്ടറും ആഡ് ചെയ്യാൻ പറ്റും. അതിനുള്ള ഒരു എളുപ്പമാർഗ്ഗം. പക്ഷെ എല്ലാവരും ഒന്നും ഇതൊന്നും യൂസ് ചെയ്യുന്ന കണ്ടിട്ടില്ല. അതിനുള്ളതാണ് ഈ സാധനം. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ഇവിടെ നോക്കുന്നത് ഈ ഒരു വിൻഡോ ആണ്. ഈ ഒരു വിൻഡോ 3D വ്യൂ പോർട്ട് എന്ന് പറയുന്നത് നമ്മൾ ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യൂ പോർട്ടാണ്. രണ്ടാമത്തത് ഇമേജ് എഡിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോസോ ടെക്സ്ചേഴ്സോ എല്ലാം ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വിൻഡോ ആണ്. പ്രിവ്യൂ കാണാൻ വേണ്ടിയിട്ട്, ഓക്കെ, നമ്മൾ ഓപ്പൺ ചെയ്ത ടെക്സ്ചറിൻ്റെ പ്രിവ്യൂ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു വിൻഡോ ആണ്. UV എഡിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ UV മാപ്പ് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെക്ഷനാണ് ഇത് ജോമെട്രി നോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി കോംപ്ലക്സ് ആണ്. ലൈക്ക് പാർട്ടിക്കിൾ സിസ്റ്റം പോലത്തെ ഒരു സംഭവമാണ്. ബേസിക് ജോമെട്രി നോട്ട് എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, കോമ്പോസിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റെൻഡർ ചെയ്ത ഒബ്ജക്റ്റിന് അല്ലെങ്കിൽ റെൻഡർ ചെയ്ത സീനിന് നമുക്ക്
പോസ്റ്റ് പ്രൊഡക്ഷൻ പോലെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കോമ്പോസിറ്റ്. കുറച്ച് കോമ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള സംഭവം തന്നെയാണ്. നോഡ് ബേസ് ആണ് കംപ്ലീറ്റ്. ഇതാണ് കോമ്പോസിറ്റർ ആണെങ്കിൽ ഇവിടെ നമുക്ക് നോഡ് ബേസ് ആയിട്ടാണ് കാര്യങ്ങൾ വരിക. അതായത് ഇൻപുട്ട്, ഔട്ട്പുട്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ അഡ്ജസ്റ്റ്മെന്റ്സ്, കളർ അഡ്ജസ്റ്റ്മെന്റ്സ്, അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇവിടെ എല്ലാം നോഡ് ബേസ് ആയിട്ടാണ് ഈ സാധനങ്ങൾ വരിക. നമുക്ക് ഈ നോഡ് വെച്ചിട്ട് കൺട്രോൾ ചെയ്യുന്ന രീതി അതൊക്കെ നമുക്ക് വഴിയെ മനസ്സിലാക്കാം. ഓക്കെ. പിന്നെ ടെക്സ്ചർ മോഡ്, വീഡിയോ സീക്വൻസ്, നമുക്ക് ഇതിൽ തന്നെ ചെറിയ രീതിയിലുള്ള വീഡിയോ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. മൂവി ക്ലിപ്പ് എഡിറ്റ് എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ ആനിമേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംഭവങ്ങളാണ്. ഈ ഔട്ട്ലൈനർ എന്ന് പറയുന്നതാണ് ഈ കാണുന്ന സാധനം. ഓക്കെ. നിങ്ങളിപ്പോൾ ഇവിടെ നിങ്ങൾ ഒരു സ്ക്രീൻ, ഒരു സ്പ്ലിറ്റ് ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഭാഗത്തിന് ഇതിൻ്റെ ഔട്ട്ലൈനറാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഔട്ട്ലൈനർ കൊടുത്തു കഴിഞ്ഞാൽ ഇതേ സാധനത്തിൻ്റെ കൂടെ കിട്ടും. ഓക്കെ. ഇത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ വലിയൊരു കോംപ്ലക്സ് സീന് വർക്ക് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ തന്നെ 3ആയി സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു സാധനത്തിന് 3ആയി സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം ഒന്നിൻ്റെ അകത്ത് നിങ്ങൾക്ക് വെറും മെഷുകൾ മാത്രം വെക്കാം, കണക്ഷൻസ് മാത്രം വെക്കാം, ഒന്നിൽ നിങ്ങൾക്ക് ക്യാമറ മാത്രം വെക്കാം, ഒന്നിൽ ലൈറ്റ് മാത്രം വെക്കാം. എല്ലാവരും ചെയ്യുമെന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞ കാര്യം. ഓക്കെ. സോ അതാണ് നമ്മൾ ഔട്ട്ലൈനർ എന്ന് പറയുന്നത്. ഈ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന സാധനം ഈ കാണുന്ന ഈ വിൻഡോ ആണ് പ്രോപ്പർട്ടീസ്. അതായത് നമ്മളെ മെയിനായിട്ട് നമ്മുടെ സെറ്റിങ്സുകളും കാര്യങ്ങളൊക്കെ എടുക്കുന്ന സ്ഥലമാണ് ഈ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. അത് നമുക്ക് വേറെ തന്നെ ഒരു വിൻഡോയിൽ വേണ്ടിയിട്ട് പ്രോപ്പർട്ടീസ് ഓപ്പൺ ചെയ്ത് വെക്കാൻ പറ്റും. ഫയൽ ബ്രൗസർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഫയലിൽ ഓപ്പൺ ചെയ്യുന്ന ഈ ഒരു ബ്രൗസർ തന്നെയാണ് ഈ ഫയൽ ബ്രൗസർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വരുന്നത്. അതേപോലെ തന്നെ അസറ്റ് ബ്രൗസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്ന 3D മോഡലുകൾ നമ്മളൊരു ഫോൾഡറിൽ സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് അസറ്റ് ആക്കിയിട്ട് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ അസറ്റ് ബ്രൗസർ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഇവിടെ ലിസ്റ്റ് ആക്കിയിട്ട് ഇവിടെ ഒരു പുതിയ ലൈബ്രറി ഉണ്ടാക്കിയിട്ട് ലിസ്റ്റ് ആക്കിയിട്ട് ഇത് സ്കൾപ്ചറിങ്ങിൻ്റെ ബ്രഷസ് ആണ്. അതേപോലെ നമുക്ക് നമ്മുടെ വിൻഡോവോ ഡോറുകളോ ഇതേപോലെ സെലക്ട് ചെയ്ത് വെച്ചിട്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് സിസ്റ്റം വഴി നമുക്ക് ജസ്റ്റ് എടുത്തിട്ട് വ്യൂ പോർട്ടിലേക്ക് ഇടാൻ പറ്റും. ഇത് എങ്ങനെ ഇടാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ 3D വ്യൂ പോർട്ടിൽ പോയിട്ട് ഇവിടെ നമ്മളൊരു എക്സ്ട്രാ സ്ക്രീൻ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇതിനെ നമ്മൾ അസറ്റ് ബ്രൗസറാക്കി മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഇതിനെ ഡ്രാഗ് ചെയ്തിട്ട് ഇവിടെ ഇടാൻ പറ്റും. ഇതിൽ ജോമെട്രി ഒന്നും ഇല്ല, അല്ലെങ്കിൽ ഞാൻ ഇട്ട് കാണിച്ച് നമുക്ക് ഇവിടെ നമുക്ക് പ്രിഫറൻസ് പോയിട്ട് പുതിയ ഫോൾഡർ ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് വേണ്ടുന്ന ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിൻഡോ നമുക്ക് അടുത്ത പ്രോജക്റ്റിലും അത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കത് സേവ് ചെയ്തിട്ട് ഒരു അസറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ അടുത്ത പ്രോജക്റ്റിലും നമുക്കത് ഓപ്പൺ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മൾ ഈ അസറ്റ് ബ്രൗസറൊക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് സ്പ്രെഡ്ഷീറ്റും പ്രിഫറൻസൊക്കെ. സ്പ്രെഡ്ഷീറ്റ് ഒന്നും വലിയ കാര്യമൊന്നുമില്ല. പിന്നെ പ്രിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് എടുത്ത എഡിറ്റിൽ പ്രിഫറൻസ് എടുത്ത ഈ സംഭവം തന്നെയാണ് പ്രിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു വിൻഡോൻ്റെ അകത്ത് മെയിനായിട്ടുള്ള സാധനം. രണ്ടാമത്തത് ഒബ്ജക്റ്റ് മോഡ്, എഡിറ്റ് മോഡ് എന്നൊക്കെ പറയുന്നത്. നമ്മളിപ്പോൾ ഒരു ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമുക്ക് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റ് മോഡ് എന്നുണ്ടാവും. ഓക്കെ. ടാബാണ് ഇതിൻ്റെ ഷോർട്ട് കട്ട്. ടാബ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ എഡിറ്റ് ചെയ്യാൻ പറ്റും. ഈ എഡിറ്റിൽ നമുക്ക് സ്കൾപ്ചർ മോഡ് എന്നിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു ക്ലേ കൊണ്ടൊക്കെ സ്കൾപ്റ്റ് ചെയ്യുന്ന പോലെ നമുക്ക് ഒരു രൂപത്തിനൊക്കെ സ്കൾപ്ചർ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അതിനാണ് സ്കൾപ്റ്റ് മോഡ് എന്നിട്ടുള്ള ഇത് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ബേസിക്സ് ഒക്കെ നമുക്ക് എടുക്കാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇപ്പം എഡിറ്റിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ എഡിറ്റ് മോഡിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് 3 ഓപ്ഷൻ കാണാം. വേർട്ടെക്സ്, സെഗ്മെന്റ്സ്, ഫേസസ്. വേർട്ടെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്ന ഈ പോയിന്റുകളെയാണ് വേർട്ടെക്സ് എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ വയർ ഫ്രെയിം മോഡിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഓരോ പോയിന്റ് കാണാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ വേർട്ടെക്സ് എന്ന് പറയുന്നത്. വേർട്ടെക്സ് 4 വേർട്ടെക്സ് കൂടുന്ന സ്ഥലം നമുക്ക് ഫേസ് ആക്കിയിട്ട് മാറ്റാൻ പറ്റും. അതായത് ഈ ഒരു പോയിന്റിനെ വേർട്ടെക്സ് എന്നും ഈ ഒരു ലൈനിന് സെഗ്മെന്റ്സ് എന്ന് പറയും, അല്ലെങ്കിൽ എഡ്ജ് എന്ന് പറയും.
ഈ കാണുന്ന ഈ ഒരു ഭാഗത്തിന് നമ്മൾ ഫേസ് എന്ന് പറയും. ഓക്കെ, അപ്പം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഈ കാണുന്നതാണ് സെഗ്മെന്റ്സ്, ഈ കാണുന്നതാണ് വേർട്ടെക്സ്, ഈ കാണുന്നതാണ് അതിൻ്റെ ഫേസ്. ഓക്കെ, ഈ ഫേസ്, വേർട്ടെക്സ്, ഈ സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ എഡിറ്റ് ചെയ്യുന്ന നേരത്തുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ അകത്തുള്ള എക്സ്ട്രാ ഐറ്റംസ് ആണ് നമുക്ക് മെയിനായിട്ട് ഇതിൻ്റെ അകത്ത് വരുന്ന എഡിറ്റ് മോഡിൽ വരുന്ന കുറച്ച് സാധനങ്ങൾ. അപ്പം നിങ്ങൾ ഇതിൻ്റെ ഫസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ എക്സ്ട്രൂഡ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. എക്സ്ട്രൂഡ് റീജിയൻ എന്ന് പറഞ്ഞിട്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം ഈ ഒരു ഫേസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഫേസ് നമുക്ക് എക്സ്ട്രൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് ഡയറക്റ്റ് കീബോർഡിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫേസിനെ എക്സ്ട്രൂഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നമ്മൾ ഇപ്പം ഈ ഒരു ഫേസ് ഈ ഭാഗത്തേക്ക് എക്സ്ട്രൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രസ് ചെയ്തിട്ട് നമ്മൾ ഈ ഭാഗത്തേക്ക് വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഭാഗത്തേക്ക് എക്സ്ട്രൂഡ് ആവും. ഇതേ സംഭവം തന്നെ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു പ്ലസ് ബൈ ബട്ടൺ വരുന്നുണ്ടാവും. ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വരും. നിങ്ങൾ ഇത് ചെയ്യുന്ന സമയത്ത് ഇവിടെ നോക്കിയാൽ മതി, ഇവിടെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ടാവും. ഇതാണ് ഇതിൻ്റെ പാരാമീറ്റേഴ്സ്. ഓക്കെ, നമുക്ക് ഈ പാരാമീറ്റർ വെച്ചിട്ട് ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ അതിന് വൈ ആക്സസിലേക്ക് മൂവ് ചെയ്യണോ, എത്ര എക്സ്ട്രൂഡ് ചെയ്യണം, എത്ര എക്സ്ട്രൂഡ് ചെയ്യണം, ഇതിൻ്റെ ഓറിയൻറ്റേഷൻ നോർമലിലേക്കാണോ വേണ്ടുന്നത്, ഗ്ലോബലിലേക്കാണോ വേണ്ടുന്നത്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതേ സാധനത്തിന് നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇതല്ലാതെ പ്രസ് ചെയ്തിട്ട് എക്സ്ട്രൂഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ വരും. എല്ലാത്തിനും ഒരു പാരാമീറ്റേഴ്സ് ഉണ്ടാവും. സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് 1 ടൈം എഡിറ്റബിൾ ആണ്. അതായത് നിങ്ങൾ ഒരു പ്രാവശ്യം ഈ സാധനം എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈ സാധനം കിട്ടത്തില്ല, അതിൻ്റെ പാരാമീറ്റേഴ്സ് ഒന്ന് പോകും. അപ്പോൾ എപ്പോഴും നിങ്ങൾ ഒരു എക്സ്ട്രൂഡ് ചെയ്ത സമയത്ത് എനിക്ക് ഇവിടുന്ന് ഒരു 250 mm എക്സ്ട്രൂഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ ആണെങ്കിൽ പുറത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് പിന്നെ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ ഫേസ് ഒക്കെ സെലക്ട് ചെയ്തിട്ട് ഇവിടുന്ന് പിന്നെ നമ്മൾ എത്ര പുറത്തേക്ക് ഈ ആക്സസിലേക്ക് ഒരു 400 കൊണ്ടുപോകണം. -400 കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ആ സാധനം പിന്നെ 440 സെൻറ്റി ആയിട്ട് ഇങ്ങോട്ടേക്ക് എക്സ്ട്രൂഡ് ആവുള്ളൂ. അപ്പോൾ 1 ഇതിൻ്റെ പുറത്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പാരാമീറ്റേഴ്സ് പോയി. ഓക്കെ, അടുത്ത നമ്മൾ ഇതിൻ്റെ എക്സ്ട്രൂഡിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കുറച്ചുകൂടി സാധനങ്ങളുണ്ട്. എക്സ്ട്രൂഡ് മാനിഫോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മളിപ്പം ഈ സാധനത്തിനെ ഇൻസേർട്ട് ചെയ്യുന്നു. ഓക്കെ, ഇൻസേർട്ട് പ്രസ് ചെയ്തിട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്തു. ഈ ഫേസിനെ നമുക്ക് മുകളിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. അതായത് നമ്മൾ സ്കെച്ചപ്പിൽ നമുക്ക് ഈ ഫേസ് ക്ലിക്ക് ചെയ്തിട്ട് പുറകിലോട്ടൊക്കെ എക്സ്ട്രൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫേസിനെ പുറകിലേക്ക് എക്സ്ട്രൂഡ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിലില്ല. അതിന് പകരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് എക്സ്ട്രൂഡ് മാനിഫോൾഡ്. ഇങ്ങനെ കൊടുത്തിട്ട് നമ്മൾ പുറകിലേക്ക് എക്സ്ട്രൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിനെ മുകളിലേക്ക് ഓപ്പോസിറ്റ് സൈഡിലേക്ക് എക്സ്ട്രൂഡ് ചെയ്യാൻ പറ്റും. അതാണ് എക്സ്ട്രൂഡ് മാനിഫോൾഡ് എന്ന് പറയുന്നത്. എക്സ്ട്രൂഡ് അലോങ് നോർമൽ എന്ന് പറയുന്നത് നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ള ഫേസ്, ഈ ഫേസിൻ്റെ നോർമൽ എന്ന് പറയുന്നത് ഇങ്ങോട്ടായിരിക്കും. നോർമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫേസ് ഏത് ഓറിയന്റേഷനിലേക്കാണ് ഫേസ് ചെയ്തിട്ട് നിൽക്കുന്നത്. ഈ ഫേസിന്റെ ഓറിയന്റേഷൻ ഈ സൈഡിലായിരിക്കുമല്ലോ, ഇതിന്റെ ഈ സൈഡിലായിരിക്കും. അപ്പോൾ ആ ഒരു സൈഡിലേക്ക് ഇതിനെ നമുക്ക് എക്സ്ട്രൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് രണ്ടും സെലക്ട് ചെയ്തിട്ട് ഇവിടെ കാണാം എക്സ്ട്രൂഡ് അലോങ് നോർമൽസ്. ഇപ്പം ഇതിനെ നമ്മൾ ഇങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ നോർമലിന് കണക്കാക്കിയിട്ട് ഇത് എക്സ്ട്രൂഡ് ആവും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ജോയിന്റ് കാണാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സിംഗിൾ സെലക്ട് ചെയ്തിട്ട് ഓരോന്നോരോന്നായിട്ട് ചെയ്യണം. രണ്ടും കൂടി സെലക്ട് ചെയ്തിട്ട് ചെയ്യുന്നിടത്ത് ഇങ്ങനെ വരും. ഓക്കെ, ഇനി അതിൻ്റെ അകത്ത് തന്നെ നിങ്ങൾക്ക് എക്സ്ട്രൂഡ് ഇൻഡിവിജ്വൽ എന്നൊക്കെ ഉണ്ട്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇത് രണ്ട് എക്സ്ട്രൂഡായിട്ട് വർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായല്ലോ. ഇനി ഇതിൻ്റെ അകത്ത് ഉള്ളൊരു ഓപ്ഷൻ എക്സ്ട്രൂഡ് കർസറാണ്. എക്സ്ട്രൂഡ് കർസർ എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം, അതായത് ഈ ഒരു ഫേസ് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളെ കർസർ എവിടെയൊക്കെയാണ് വെക്കുന്നത് അവിടത്തേക്ക് ഈ ഒബ്ജക്റ്റ് എക്സ്ട്രൂഡ് ആവും. സോ ഇപ്പം ഞാൻ ഈ കർസർ
ഇതിൻ്റെ ഫ്രണ്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടത്തേക്ക് എക്സ്ട്രൂഡായി. ഇതിനെ നമുക്ക് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളൊന്നും ചെയ്യേണ്ട, എക്സ്ട്രൂഡ് ചെയ്തിട്ട് നമുക്കിങ്ങനെ ഇതിനെ എടുത്തിട്ട് ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അതിനാണ് എക്സ്ട്രൂഡ് കർസർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ എഡിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ എക്സ്ട്രൂഡ് നമ്മൾ കണ്ടു. നെക്സ്റ്റ് ഇൻസേർട്ട് ഫേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എഡിറ്റ് മോഡ് ചെയ്യുന്നിടത്താണെങ്കിൽ ഐ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫേസിനെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ഐ ആണ് ഫേസിനെ ഇൻസേർട്ട് ചെയ്യാനുള്ള ഷോർട്ട് കട്ട്. അതേ സാധനം തന്നെയാണ് ഇവിടെയുള്ളത്. ഇൻസേർട്ട് ഫേസിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഉള്ളിലേക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫേസിനെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിപ്പോൾ ഇവിടെ ആയാലും നമുക്ക് ചെയ്യാം, ഇവിടെ ആയാലും നമുക്ക് ചെയ്യാം. ഇൻസേർട്ട് ഫേസ് എന്ന് പറയുന്നത് ഈ ഫേസിനെ ഇൻസേർട്ട് ചെയ്യാനായിരുന്നു. ഇനി അതല്ലാതെ തന്നെ നമുക്ക് ഇൻസേർട്ടിൽ വേറൊരു ഓപ്ഷൻ കൂടി ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മളിതിനെ സബ് ഡിവൈഡ് ചെയ്യാന്ന് വെച്ചു. ഇപ്പം അതായത് ഈ ഒരു നമ്മുടെ പ്ലെയിനെ ഞാൻ ഇത്രയും കള്ളികളാക്കിയിട്ട് മാറ്റി. അപ്പം ഈ ഓരോ ഫേസും നമ്മൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് നമ്മൾ ഒരു ഫേസ് സെലക്ട് ചെയ്ത് അടുത്ത ഫേസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് രണ്ട് ഫേസും ഒരുമിച്ച് സെലക്ട് ആവും. അടുത്തത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് സെലക്ട് ആവും. ഇങ്ങനെ നമുക്ക് ചെയിനായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഗ്യാപ്പൊന്നും ഫുള്ളായിട്ട് സെലക്ട് ആവില്ല. ആ സിംഗിൾ തന്നെയാണ് സെലക്ട് ആവുക. നേരെ മറിച്ച് നമ്മൾ ഇത് സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ പ്രസ് ചെയ്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലൂപ്പ് അങ്ങനെ സെലക്ട് ആവും. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതങ്ങനെ സെലക്ട് ആവും, ഇതിങ്ങനെ വന്നിട്ട് ഇങ്ങനെ സെലക്ട് ആവും. സോ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പ്രശ്നം. ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ 1 by 1 സെലക്ട് ചെയ്യാം, ഒക്കെ ചെയ്യാം. ഓക്കെ, അതൊക്കെ നമുക്ക് മോഡലിംഗ് ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ജസ്റ്റ് ഇപ്പം ഞാൻ ഇത്രയും സാധനം സെലക്ട് ചെയ്തിട്ട് ഇൻസേർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ആ 4 ഇതും ഒരുമിച്ച് ഉള്ളിലേക്ക് ഇൻസേർട്ടായി അല്ലേ, ഈ 4 പീസും. എനിക്ക് പക്ഷെ 4 കൂടി ഒരുമിച്ച് വേണ്ട, ഇൻഡിവിജ്വലായിട്ട് ഓരോന്നും ഇൻസേർട്ട് ആവണമെന്നുണ്ടെങ്കിൽ 2 പ്രാവശ്യം ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പം നമുക്ക് ഇത് ഒരുമിച്ചല്ലാണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഇൻസേർട്ട് ആയിട്ട് വരുന്നതാണ്. ഇനി നമുക്ക് എക്സ്ട്രൂഡ് ചെയ്യാം. ഇതേ സാധനം തന്നെയാണ് ഈ കാണുന്ന ഇൻസേർട്ട്. ഓക്കെ, അടുത്തത് ബെവലാണ്. ബെവൽ എന്തിനാ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഷാർപ്പായിട്ടുള്ള എഡ്ജുകളെ സ്മൂത്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ബെവൽ. നമ്മൾ ഈ ഓപ്ഷൻ അല്ലാണ്ട് ബെവൽ ഉപയോഗിക്കുന്നത് നമുക്കിപ്പം ഈ ഒരു എഡ്ജിനെ ബെവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ കൺട്രോൾ ബി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു എഡ്ജിനെ ബെവൽ ചെയ്യാം. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് കാണാം ഈ ബെവൽ കഴിഞ്ഞിട്ട് ഇതിൻ്റെ നടുക്ക് കുറച്ച് സെഗ്മെന്റ്സ് ആഡായി വരുന്നുണ്ട്. ഈ സെഗ്മെന്റ്സിനെ നമുക്ക് ഈ മൗസിന്റെ സ്ക്രോൾ വീൽ ഉപയോഗിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ എണ്ണം ഇത് നമ്മൾ 0ലേക്ക് പോകുകയാണെങ്കിൽ അവിടെ കട്ടുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഷാർപ്പ് ബെവലായിരിക്കും. ചാംഫർ എന്ന് ഇതിന് പറയുക. ഇത് ഇങ്ങനെ ചെയ്യുന്നതിന് ബെവലാവുന്ന സമയത്ത്, അതായത് ഫില്ലറ്റ് ആവുന്ന സമയത്ത് നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ എമൗണ്ട് കൂടി വരും. നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്നൊക്കെ ഒരു പാരാമീറ്റർ വരും. ആ പാരാമീറ്റർ വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സോ വിത്ത് നമുക്ക് ഇതിൻ്റെ വിത്ത് കൺട്രോൾ ചെയ്യാം, സെഗ്മെന്റ്സ് കൺട്രോൾ ചെയ്യാം, അതേപോലെ തന്നെ ഇതിൻ്റെ ഷേപ്പ്. ഇതിപ്പോൾ 0.5 വെച്ച് കഴിഞ്ഞാൽ പെർഫെക്റ്റ് റൗണ്ട് ആയിരിക്കും. ഇനി നമ്മൾ ഇതിനെ വലത്തോട്ടേക്ക് കൊണ്ടുപോകുന്നിട്ട് അത് ബൾജാവും. നിങ്ങൾ കണ്ട, ഇനി നിങ്ങൾ അതിനെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അത് ഇൻവേഴ്സ് ആയിട്ട് പോകും. അപ്പോൾ ഈ ഒരു ഷേപ്പ് നമുക്ക് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ കളിച്ചാൽ മതി. 0.5 ഇതിൻ്റെ സെൻറ്ററാണ്. അപ്പോൾ 0.5 0.5 വെച്ചിട്ട് ചെയ്യാം. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇത് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത് എഡ്ജ് ബെവലാണ്. ഇനി നമുക്കിതിൻ്റെ വേർട്ടെക്സ് ബെവൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ജസ്റ്റ് നിങ്ങൾ ഇത് സെലക്ട് ചെയ്തിട്ട് ഓവറോൾ സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ ബി പ്രസ് ചെയ്തിട്ട് ബെവൽ ചെയ്ത് ഇവിടെ നമ്മൾ വേർട്ടെക്സിലേക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വേർട്ടെക്സിന് എൻ്റെ സെഗ്മെന്റ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതായത് എത്ര മെഷേഴ്സ് അവിടെ വരുന്നുണ്ടെന്ന്, അതേപോലെ ഇതിൻ്റെ വിത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റും എങ്ങനെ വേണമെന്നുള്ളത്. അതേപോലെ തന്നെ ഇതിൻ്റെ പ്രൊഫൈലിൻ്റെ ഷേപ്പും നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഒരു വിയേർഡ് ഷേപ്പാണ്, നമ്മളിതൊന്നും അത് ഉപയോഗിക്കുന്നില്ല.
എന്നാലും ഇങ്ങനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇത് എവിടെ ഉപകാരപ്പെടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില സമയത്ത് നമ്മൾ ഒരു ഇൻറ്റീരിയറിൽ ഒരു പ്രൊഫൈലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ജസ്റ്റ് കാണിക്കുന്നത് അങ്ങനെ തന്നെ ഒന്നല്ല വേണ്ടി ചെയ്യാം. ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ ഒരു എഡ്ജ് സെലക്ട് ചെയ്തതിന് ശേഷം എഡ്ജ് സെലക്ട് എഡ്ജ് ഈ എഡ്ജ് സെലക്ട് ചെയ്തിട്ട് നമ്മളിതിനെ കൺട്രോൾ ബി പ്രസ് ചെയ്തിട്ട് ബെവൽ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ കാണാം നമ്മൾ ഇതിൻ്റെ പ്രൊഫൈൽ ഷേപ്പ് 0.0 ഇത് നമ്മൾ 0.5 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് റൗണ്ട് ആവും. ഓക്കെ, ഇത് നമുക്ക് സാധാരണ നമ്മൾ ബെവൽ ചെയ്യുന്ന പോലെ നേരെ ഓപ്പോസിറ്റിലേക്ക് ഇതിനെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഈ ഷേപ്പ് നമ്മൾ പുറകിലേക്ക് ഇവിടെ വെച്ച് കാണാൻ പറ്റും. ഇത് നമ്മൾ പുറകിലേക്ക് കൊണ്ടുവന്നിട്ട് ഈ ഷേപ്പ് ചേഞ്ച് ആവും. കണ്ട, നേരെ മറിച്ച് നമ്മൾ ഇവിടെ വന്നിട്ട് കൺട്രോൾ ബി പ്രസ് ചെയ്യുന്നു, ഇതും ഈ ഒരു ഷേപ്പിലാണ് വരിക. നേരെ നമ്മളിതിനെ 0.5 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വേറെ ഷേപ്പിലേക്ക് മാറും. ഇങ്ങനെ നമുക്ക് പ്രൊഫൈലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സാധനം ഉപയോഗിക്കും. അപ്പം അതാണ് നമ്മൾ ഈ ബെവൽ എന്ന് പറയുന്നത്. രണ്ടാമത്തത് ലൂപ്പ് കട്ട്. ലൂപ്പ് കട്ട് നിങ്ങൾക്ക് കൺട്രോൾ ബി ആണ് ഷോർട്ട് കട്ട്, കൺട്രോൾ ആർ ആണ് ഷോർട്ട് കട്ട്. കൺട്രോൾ ആർ വെച്ചിട്ട് നമുക്ക് ലൂപ്പ് കട്ട് ചെയ്യാൻ പറ്റും. ലൂപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ലൈന് വെച്ചിട്ട് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ് എഡ്ജ് വെച്ചിട്ട്. സോ നമ്മൾ ഇതിപ്പോൾ നിങ്ങൾക്ക് ഒറ്റ ലൈന് വെച്ചിട്ട് ഒരു ലൂപ്പാണ് കാണുന്നത്. നമ്മൾ സ്ക്രോൾ ബട്ടൺ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഇതിൻ്റെ ലൂപ്പിൻ്റെ എണ്ണം കൂടിക്കൂടി. ഇപ്പം 3 ലൂപ്പായി, 4 ലൂപ്പായി, 5 ലൂപ്പായി, എത്ര ലൂപ്പ് വേണ്ടിക്കും നിങ്ങൾക്ക് അത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അത് നിങ്ങൾക്ക് ഇങ്ങനെയും കട്ട് ചെയ്യാം. അടുത്തത് കൺട്രോൾ ആർ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെയും കട്ട് ചെയ്യാം. അതേപോലെ കൺട്രോൾ ആർ വെച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെയും കട്ട് ചെയ്യാം. നിങ്ങൾ ഇത് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്കൊരു ഓപ്ഷൻ കാണുന്നുണ്ട്. ഓക്കെ, ഈ സാധനത്തിൽ നമ്മൾ ഇവിടെ ലൂപ്പ് കട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമ്മൾ ലൂപ്പ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ കുറച്ച് ഓപ്ഷൻസ് വന്നത് കാണാൻ പറ്റും. ഇത് നമ്പർ ഓഫ് എഡ്ജ് ലൂപ്പ്, അത് നമ്മൾ നേരത്തെ സ്ക്രോൾ മൗസ് ബട്ടൺ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത സാധനം തന്നെയാണ്. ഇതിൻ്റെ അടിയിൽ സ്മൂത്ത്നെസ് എന്ന് പറഞ്ഞൊരു സാധനമായിട്ട്, ഈ സ്മൂത്ത്നെസ് നമ്മൾ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഷേപ്പ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾ ഇപ്പോൾ ഇതിൻ്റെ അടിയിൽ ഫോളോസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണുമല്ലോ. ഈ സാധനം നമ്മൾ സ്പിയറിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഈ സ്മൂത്ത്നെസ് കൊടുക്കുമ്പോൾ മൊത്തത്തിൽ ഇതൊരു സ്പിയർ ഷേപ്പിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. ഒരു ബാരൽ ഷേപ്പിലേക്കൊക്കെ പോകും. ഇത് നമ്മൾ കുറച്ചും കൂടി കുറച്ചും കൂടി ഷാർപ്പാക്കിയിട്ട് ചെയ്യുന്നതാണെങ്കിൽ അത് കുറച്ചും കൂടി റൂട്ടായിട്ട് കുറച്ച് ഷാർപ്പായിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇവിടെ ഇങ്ങോട്ടേക്ക് ഷാർപ്പായിട്ട് പോകും. കുറച്ചും കൂടി ഷാർപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ഷാർപ്പ് ആ ഒരു സ്മൂത്ത്നെസ്സിൽ ഷാർപ്പേ വരും. നേരെ കുറച്ച് നിങ്ങളിത് സ്മൂത്തിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് കുറച്ച് സ്മൂത്താവും. ഇതിന് സ്പിയറിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് കുറച്ച് സ്പിയർ ആവും. അങ്ങനെ നമുക്ക് ഇതിൻ്റെ ഓവറോൾ ഷേപ്പ് ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടുള്ളൂ. അല്ലാണ്ട് മെയിനായിട്ട് അത് യൂസ് ചെയ്യുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, ഇപ്പോൾ ഒരു വേസൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ കൊടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഓഫ്സെറ്റ് എഡ്ജ് ലൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഇതിൽ നമ്മൾ ലൂപ്പ് കട്ട് കണ്ട് നമുക്ക് ഈ ഒരു ലൂപ്പിന് ഇങ്ങനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഓഫ്സെറ്റ് എഡ്ജ് ലൂപ്പ് കട്ട്, ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഓഫ്സെറ്റ്, അതായത് എഡ്ജിനെ ലൂപ്പ് കട്ട് ചെയ്ത്, അതായത് ഇവിടെ നമുക്ക് ഒരു ലൂപ്പ് കട്ട് ചെയ്തിട്ട് ഇവിടെ ഒരു എഡ്ജ് ഉണ്ട് കണ്ട, ഈ ഒരു എഡ്ജ് ഇവിടെ നമ്മൾ ലൂപ്പ് കട്ട് ചെയ്തിട്ടുണ്ട്. ഈ എഡ്ജിനെ നമുക്ക് 2 സൈഡിലേക്കും ഓഫ്സെറ്റ് ചെയ്യാൻ പറ്റും കണ്ട, ഇതേപോലെ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 സൈഡിലേക്കും ഇതിൻ്റെ ഈക്വൽ ഡിസ്റ്റൻസിൽ ഒരു എഡ്ജ് ലൂപ്പ് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. ഇത് ക്ലിക്ക് ചെയ്യുക, ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് 2 സൈഡിലേക്കും ഒരു എഡ്ജ് ലൂപ്പ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതിനാണ് ഈ ഓഫ്സെറ്റ് എഡ്ജ് ലൂപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഇനി കാണാൻ പോകുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് നൈഫ് ടൂളാണ്. നൈഫ് ടൂളിൻ്റെ യൂസ് നമുക്കിപ്പം കട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു 3ds Maxൽ, സെയിം അത് തന്നെയാണ്. ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്ക് നമുക്ക് ഒരു സെഗ്മെന്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ നൈഫ് വെച്ചിട്ട് കട്ട് ചെയ്താൽ മതി. അപ്പം അവിടെ ഒരു എഡ്ജ്
ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. കണ്ടോ? അപ്പം നിങ്ങൾക്ക് ഈ ഒരു എഡ്ജുമായിട്ട് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നൈഫ് ടൂൾ എടുക്കുക, ഇവിടുന്ന് ഇതിൻ്റെ സെൻറ്ററിലേക്ക് ഒരു കട്ട് കൊടുത്താൽ മതി. ഇവിടെ ആ ഒരു സെഗ്മെൻറ്റ് ആഡ് ആയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ബൈസെക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. ബൈസെക്റ്റ് എന്ന് പറയുന്നത് സ്ലൈസ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ 3ds Maxൽ ഉണ്ടായിരുന്ന ഒരു ഓപ്ഷൻ തന്നെയാണ്. ഞാനിവിടെ ഒരു മങ്കി ഫേസ് ആഡ് ചെയ്തിട്ട് അതിന് കുറച്ച് സ്മൂത്ത്നെസ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഇതിനെ നമുക്ക് ഹാഫ് വെച്ചിട്ട് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹാഫ് എന്നൊന്നല്ല, എങ്ങനെ വേണ്ടിക്കലും കട്ട് ചെയ്യാം. ഇങ്ങനെ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ എഡിറ്റിലേക്ക് വന്നതിന് ശേഷം ഇവിടെ നൈഫിൻ്റെ അടുത്ത് ബൈസെക്റ്റ് എന്ന് പറഞ്ഞ ഈ ടൂൾ സെലക്ട് ചെയ്യും. ഈ ടൂൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് എവിടുന്ന് വേണ്ടിക്കലും ഇങ്ങനെ വെച്ച് കട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഒരു റൗണ്ടും ഒരു ലൈനും ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇത് ഇപ്പം കിടക്കുന്നത് കട്ടിങ് മോഡിലാണ്. ഇനി നമുക്കിതിൻ്റെ ക്ലിയർ ഇന്നർ വേണോ ക്ലിയർ ഔട്ടർ വേണോ എന്നിട്ട് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ക്ലിയർ ഇന്നർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇൻസൈഡിൽ നിന്ന് കട്ടായി പോകും, ഈ സൈഡിൽ നിന്ന്. ക്ലിയർ ഔട്ടർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഔട്ട് സൈഡിൽ നിന്ന് ഇത് കട്ടായി പോകും. ഈ ഒരു പാരാമീറ്റർ വെച്ചിട്ട് നമുക്കിതിനെ എഫക്റ്റ് ചെയ്യാൻ പറ്റും, അതായത് എഡിറ്റ് ചെയ്യാൻ പറ്റും. കുറച്ച് മുന്നോട്ട് വേണം, ബാക്കോട്ട് വേണം. ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾ കാണാം ഇത് എംപ്റ്റി ആണ്. സോ നിങ്ങൾക്കിത് ഫില്ല് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ ഫില്ല് എന്നിട്ടുള്ള ഓപ്ഷൻ കൊടുത്താൽ നിങ്ങൾക്കിത് ഫില്ലായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. ചില നമ്മുടെ 3D പ്രിൻ്റൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് പീസാക്കിയിട്ടൊക്കെ പ്രിൻ്റ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ വളരെ നല്ല ഒരു ഉപകാരപ്പെടും. ഓക്കെ, അതാണ് ബൈസെക്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു ഓപ്ഷനാണ് സ്പിന്ന്. ഈ സ്പിന്ന് എന്തിനു ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വലിയ യൂസ് ഒന്നുമില്ല. നമുക്കിതൊരു ഇതേ സാധനം അച്ചീവ് ചെയ്യാൻ വേറെയും ഓപ്ഷൻസ് ഉണ്ട്. എന്നാൽ ഇതിൽ അവർ കൊടുത്തത് കൊണ്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പം നമ്മൾ ഈ കർസർ ഇതിൻ്റെ സെൻറ്ററിലല്ല ഉള്ളത്, ഇതിൻ്റെ ഒറിജിൻ ഇവിടെ. നമ്മൾ ഈ കൺട്രോൾ ഓൾട്ട് എക്സ് പ്രസ് ചെയ്തിട്ട് ഒറിജിൻ ടു കർസർ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒറിജിൻ ഈ കർസറിലേക്ക് നമുക്കിങ്ങനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതായിരിക്കും അതിൻ്റെ സെൻറ്റർ പോയിന്റ്. നമുക്ക് ഓൾട്ട് ഡിയോ ഷിഫ്റ്റ് ഡിയോ പ്രസ് ചെയ്തിട്ട് ഇതിനെ റൊട്ടേറ്റ് ചെയ്തിട്ട് പിന്നെ ഷിഫ്റ്റ് 6 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ നമുക്ക് കോപ്പി എടുക്കാൻ പറ്റും. ഇതൊരു ഓപ്ഷനാണ്. രണ്ടാമത്തെ ഒരു ഓപ്ഷനാണ് സ്പിന്ന് എന്ന് പറയുന്നത്. നമ്മൾ ഇതിൻ്റെ അകത്ത് പോയിട്ട് ഇവിടെ സ്പിന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ സെൻറ്റർ പോയിന്റ് ആയിട്ട് വെച്ചിട്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് കോപ്പീസ് ഇങ്ങനെ എടുക്കാൻ പറ്റും. പക്ഷേങ്കിൽ ഇത് ഒറ്റ മെഷായിരിക്കും. ഈ സാധനം കംപ്ലീറ്റ് ആയിട്ട് ഒരു ഒറ്റ മെഷായിരിക്കും. ഇനി ഇതിൻ്റെ അകത്തുള്ളത് സ്മൂത്ത്, അതായത് നമ്മളെ ഈ എഡ്ജുകൾ നമ്മളിപ്പം ഇങ്ങനെ ചെയ്ത് ഈ എഡ്ജിനെയൊക്കെ നമുക്ക് ഒന്ന് സ്മൂത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ സ്മൂത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഇതിനൊന്ന് ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് ഇതിനൊന്ന് സ്മൂത്ത് ആക്കി എടുക്കാനൊക്കെ പറ്റും. ഒന്ന് റിലാക്സ് ചെയ്തെടുക്കുന്ന എഡ്ജിനൊക്കെ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ അത്ര വലിയ യൂസുള്ള സാധനങ്ങളൊന്നുമല്ല, ചെറിയ ചെറിയ പരിപാടികൾ. ഈ റിപ്പ് റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് മെയിനായിട്ട് ഇത് എഡ്ജ് സ്ലൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല. നമ്മൾ ഈ സെലക്ട് ചെയ്ത എഡ്ജിനെ നമുക്ക് നിങ്ങൾക്ക് ഈ ഒരു എഡ്ജ് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എഡ്ജിനെ നമുക്ക് ഇത് വെച്ചിട്ടും ഇങ്ങനെ സ്ലൈഡ് ചെയ്യാം. അതല്ലാതെ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ടും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലൈഡൊക്കെ ചെയ്യാൻ പറ്റും. അതിനാണ് ഈ എഡ്ജ് സ്ലൈഡ് എന്നൊക്കെ പറഞ്ഞിരിക്കുക. ഇതൊക്കെ ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനൊന്നും ഇതുവരെ ഉപയോഗിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു എഡ്ജിനെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഈ ഒരു ഫേസ് ഓപ്പൺ ചെയ്യാൻ ഈ റിപ്പ് റീജിയൻ എന്നിട്ടുള്ള ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫേസ് ഓപ്പൺ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അതിനൊരു ഷോർട്ട് കട്ട് ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ വി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഇതേപോലെ തന്നെ ഓപ്പൺ ചെയ്തെടുക്കാൻ പറ്റും. വി. ഓക്കെ, പിന്നെ ഇതിൻ്റെ അകത്തുള്ളത് മെയിൻ ഒരു സാധനം ഷിയറാണ്. ഷിയർ എന്തിനാ ഉപയോഗിക്കാന്ന് ഉപയോഗിക്കലൊന്നുമില്ല. ഇത് ജസ്റ്റ് ഒരു ഓപ്ഷൻ പോലെ ഞാൻ പറഞ്ഞുതരാം. ഇത് ഇതിൻ്റെ അകത്ത് ഈ ഒരു ഫേസ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഈ ഷിയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആക്സസ് വെച്ചിട്ട് ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ആക്സസിൽ ഇങ്ങനെ
ഈ ഒരു ആക്സസിന് ഇങ്ങനെയും ഇതിനെ ഷെയർ ചെയ്തെടുക്കാം. ഉപയോഗിക്കലൊന്നുമില്ല. ഞാനൊക്കിങ്ങനെ ചെയ്യണമെന്നുണ്ടായി ഞാൻ ഈ ഹെഡ് പിടിച്ചിട്ട് താത്ത് അത്ര ഈസി പരിപാടി. ഓക്കെ, അതാണ് ഇതിൻ്റെ എഡിറ്റ് മോഡിലുള്ള ഈ കുറച്ച് സാധനങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും സാധനങ്ങൾ കുറച്ച് കോംപ്ലക്സ് ആണെന്നൊക്കെ തോന്നും, പക്ഷേ എങ്കിൽ നിങ്ങൾ നല്ല ഇരുന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈസി പരിപാടിയാണ്. അപ്പം ഇനി നമുക്ക് ഈ ഒരു ഓപ്ഷനും എന്താണെന്നുള്ളതാണ് മെയിനായിട്ട് നോക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, സ്കെച്ചപ്പ് പോലെ നമുക്ക് ഒരു ടൂള് പറഞ്ഞ് പെട്ടെന്ന് ഇതിനെയും കൊണ്ടങ്ങ് പോകാൻ പറ്റില്ല. കുറച്ച് നിർത്തി ഓരോന്നായിട്ട് പറഞ്ഞാൽ മാത്രമേ ഈ സാധനമൊക്കെ എന്തെന്നാണെന്ന് മനസ്സിലാവുള്ളൂ. സോ നമുക്ക് അടുത്ത ഒരു ക്ലാസ്സിൽ കൂടി ഇത് ഡീറ്റെയിൽ ആയിട്ട് പോവാം. അതോടുകൂടിയിട്ട് നമുക്ക് മോഡലിങ് അതിൻ്റെ അടുത്ത ക്ലാസ് തൊട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.